ഐഡന്റിക് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈംബിംഗ് സ്പൈക്ക് ആണ്. അതായത് നമ്മുടെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ മരം കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ക്ലൈംബിംഗ് സ്പൈക്ക്. അപ്പൊ ഈ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ നമ്മുടെ ക്ലൈംബിംഗ് സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന MS-ന്റെ 1 ഇഞ്ച് പട്ടയാണ്. അപ്പൊ ഈ ഒരു പട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്പൈക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സ്പൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മെഷർമെന്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുടെ കാലിന്റെ നീളത്തിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ സ്പൈക്ക് ഉണ്ടാക്കേണ്ടത്. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മെഷർമെന്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ഇഞ്ചാണ് മൊത്തം നീളം എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ കാലിന്റെ നീളം എടുത്തിട്ടാണ് നമ്മൾ ഒരു 20 ഇഞ്ച് മെഷർമെന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കാലിന്റെ നീളം അനുസരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ 20 ഇഞ്ചിൽ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 20 ഇഞ്ച് നീളത്തിൽ നമ്മുടെ 2 പീസ് നമ്മളിപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത ഈ പീസിനെ നമുക്ക് നമ്മുടെ സ്പൈക്കിന്റെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഇതിനെ വളച്ചെടുക്കണം. ഈ ഒരു ഷേപ്പിൽ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് നമുക്കൊരു മസിൽ ഗാർഡ്, അതായത് മസിൽ പ്രൊട്ടക്റ്റിംഗ് ഗാർഡ് ഉണ്ട്. ആ ഗാർഡ് നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ആദ്യം ആ ഗാർഡ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ഗാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ MS-ന്റെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിൽ നമ്മുടെ മസിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ഷേപ്പിൽ നമുക്ക് 2 പീസുകളിൽ നിന്ന് വെട്ടിയെടുക്കണം. അപ്പം നമ്മുടെ MS-ന്റെ ഷീറ്റിൽ നിന്ന് ഏകദേശം നമ്മൾ ഒരു 6 ഇഞ്ച് വീതിയിൽ നമ്മളൊരു പീസ് നല്ല 2 പീസുകൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ വെട്ടിയെടുത്ത പീസ് നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് വെട്ടിയെടുക്കണം. അതായത് നമ്മുടെ മസിലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പ് കണക്കാക്കിയിട്ട് നമ്മൾ ഇന്ന് വെട്ടിയെടുക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ ഷീറ്റ് 2 നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഷീറ്റ് നമ്മുടെ കാലിൻ്റെ ഷേപ്പിൽ, കാലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്ന് വളച്ചെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബെൽറ്റ് കോർത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഹോളുകൾ ഇതുപോലെ പഞ്ച് ചെയ്തെടുത്തിട്ടുമുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലേറ്റ് നമ്മുടെ സ്പൈക്കിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ പോകണം. അപ്പോൾ ആ പ്ലേറ്റ് നമ്മുടെ സ്പൈക്കിലേക്ക് നമുക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്പൈക്കിൽ നമ്മുടെ പ്ലേറ്റ് വെച്ചിന് ശേഷം ഇതുപോലെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഹോള്. ഈ ഹോള് നമ്മൾ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ നിന്ന് തുളച്ചാണ്. കാരണം നമ്മൾ ഡ്രില്ല് ഉപയോഗിച്ച് തുളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് അത്ര കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ ഡ്രില്ല് പൊട്ടിപ്പോകത്തേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടുപോയി തുളച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 ഹോളുകൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് തുളച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് ഇതേ നമ്മൾ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് നമ്മുടെ ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഫ്രെയിമിൽ നമുക്കൊരു ആരോ നമ്മൾക്ക് വെൽഡ് ചെയ്തെടുക്കണം. അതായത് ആ ആരോ ആണ് നമ്മുടെ മരത്തിലേക്ക് തറച്ച് കയറുന്നത്. നമ്മൾക്ക് കയറുന്ന സമയത്ത് നമ്മളെ മരമായിട്ട് പിടിച്ചിരുന്ന ആ ആരോയാണ്. അപ്പോൾ ആ ആരോയാണ് നമുക്ക് ഇതിനകത്ത് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ആരോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഇതുപോലത്തെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് വേണം നമ്മുടെ ഫ്രെയിമുമായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ. അപ്പൊ നമ്മുടെ ഫ്രെയിമിൽ ഇതേ നമ്മൾ 2 ടീത്ത് നമ്മൾ ഇതുപോലെ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ ഈ അടിഭാഗത്തെ ഈ ഒരു ഫ്രെയിമിനേക്കാളും കുറച്ച് ഉയരത്തിലായിരിക്കണം നമ്മൾ ഈ ടീത്ത് വെൽഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ നടക്കുമ്പോൾ ഒരിക്കലും ടീത്ത് നമ്മൾ നിലത്ത് തട്ടാൻ പാടില്ല. ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ടീത്ത് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഫ്രെയിം നമ്മളൊന്ന് പെയിന്റ് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പ്ലേറ്റിൽ, അതായത് നമ്മുടെ കാലുമായിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബെൽറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മുടെ സാധാരണ ഇതുപോലത്തെ ബെൽറ്റ് നമ്മുടെ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതുപോലത്തെ ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മുടെ പഴയ ബാഗുകളിലൊക്കെയുള്ള ബെൽറ്റ് ഉപയോഗിച്ചിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ ഇതുപോലെ ബെൽറ്റ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സ്പോഞ്ചിന്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഉൾഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അതായത് ഫെവിക്കോളിന്റെ SR-ന്റെ ഗം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പശ എടുത്തിട്ട് നമ്മുടെ ഫ്രെയിമിന്റെ ഉള്ളിൽ നല്ലതുപോലെ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് പശ തേച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്പോഞ്ചിന്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം നമ്മുടെ ഈ പുറത്തേക്ക് നിൽക്കുന്ന എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെത്തി മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് 2 നമ്മൾ പെയിന്റ് അടിച്ച് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ, അതായത് നമ്മുടെ സ്പൈക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ 2 കൊളുത്തുകൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പാദം നമ്മൾ ഈ ബെൽറ്റ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 കൊളുത്ത് മേളിലും അതായത് താഴെയായിട്ട് 2 നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്ലേറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഒരു നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പ്ലേറ്റ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഫ്രെയിമിലേക്ക് ഇതുപോലെ ലോക്ക് ചെയ്യാൻ പോവാണ്. നട്ടും ബോൾട്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികമായിട്ട് നിൽക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മൾ അടിയിലും ഇതുപോലെ ബോൾട്ട് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലൈംബിംഗ് സ്പൈക്കിന്റെ വർക്ക് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അതായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളിയായിട്ട്, അതായത് മികച്ച രീതിയിൽ, അതായത് ഓൺലൈൻ സൈറ്റുകളൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം 10,000-ന്റെ മേളിലാണ് നമ്മുടെ ഈ സ്പൈക്കിന്റെ വില. അപ്പോൾ ഒരു 500 രൂപയിൽ താഴെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി, അതായത് ഒറിജിനൽ വെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പൈക്കാണിത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണോ, ഇതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്നാണ് നമുക്ക് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ഏതെങ്കിലും ഒരു മരത്തിന്റെ മൂട്ടിലോട്ട് പോകാൻ പോകും. അപ്പോൾ നമ്മുടെ സ്പൈക്ക് ഉപയോഗിച്ചിട്ട് നമ്മളിത് കയറി നോക്കാൻ പോകണേ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്പൈക്ക് ഉപയോഗിച്ച് കയറുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നമുക്ക് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു കയറാണ്. ഇത് വെറും ഒരു കയറല്ല, ഇതൊരു സപ്പോർട്ടിംഗ് കയറാണ്. കാരണം ഈ സപ്പോർട്ടിംഗ് കയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് കയറാൻ പറ്റുള്ളൂ. ഈ കയർ നമുക്ക് ഇതിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ പെട്ടെന്ന് താൽക്കാലികമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കയറാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാതെ ഇതിൽ നമുക്കിത് ഇങ്ങനെ കൂട്ടിയും കുറച്ചും നമുക്ക് എത്രയാണോ ഇതിന്റെ സ്ലോപ്പ് വേണ്ട, ശരിക്കും എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് കയറി നോക്കാൻ പോകുന്നത് എത്രത്തോളം കയറാൻ പറ്റും നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ സ്പൈക്ക് ഉപയോഗിച്ച് നമ്മൾ മരത്തെ കയറുന്നത്. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു പണിയല്ലത്. കാരണം സ്പൈക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും കയറാൻ നല്ല എക്സ്പീരിയൻസ് വേണം. അപ്പം നമ്മൾ മുകളിലോട്ട് എങ്ങനെ കയറിയോ അതുപോലെ തന്നെയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് ചവിട്ടുന്ന ഓരോ സ്റ്റെപ്പും അടുത്തടുത്ത് ചവിട്ടിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ. ഇത് ക്ലൈംബ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് നടക്കുന്ന കേസല്ല, നമുക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ട്രൈ ചെയ്ത് തന്നെ ആവുള്ളൂ. ഒരാൾക്ക് സിമ്പിളായിട്ട് കയറാൻ പറ്റിയ ഒരു ടൂളല്ല ക്ലൈംബിംഗ് സ്പൈക്ക്. അപ്പൊ ഈ തെങ്ങ് ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. കാരണം സ്പൈക്ക് ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങി പോകുന്നില്ല. പിന്നെ നമുക്ക് തെങ്ങ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും മരത്തേക്ക് കയറി വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്ലൈംബിംഗ് സ്പൈക്ക് വെച്ചിട്ട് നമ്മൾ മരത്തെ കയറുന്നത്. നമുക്കിത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ശരിക്കും എക്സ്പീരിയൻസ് ആയിട്ടത് കൊണ്ട് നമുക്ക് കയറാൻ കഴിയുള്ളൂ. നമുക്ക് ഒരു തുടക്കക്കാർക്കൊന്നും പെട്ടെന്ന് പോയിട്ട് കയറാൻ പറ്റുന്ന ഒരു സാധനം അല്ല ക്ലൈംബിംഗ് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇനി അടുത്ത വേറെ 2 മരത്തെ നമ്മൾ കയറി നോക്കാം. സ്പൈക്ക് ഇറക്കി ചവിട്ടി വേണം ഇറങ്ങാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പൈക്ക് തെന്നിയിട്ട് കീറിപ്പോവും. പട്ട കീറിയിട്ട് നമ്മൾ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ കയറുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം ഇറങ്ങാനും. പഠിച്ചടാ, പഠിച്ചു.
അപ്പൊ ഉയരത്തിലേക്ക് ചെല്ലുന്തോറും നമ്മുടെ കാല് വറക്കാൻ തുടങ്ങി. വേറെ നല്ല നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരു എന്താ പറയാ കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കരിക്കിടുക എന്നുള്ളതായിരുന്നു. തൽക്കാലം നമ്മൾ ആ ലക്ഷ്യം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണേ. അപ്പോൾ ഈ സ്പൈക്ക് ഉപയോഗിച്ച് കയറണമെന്ന് ഇപ്പോഴും പറയാണ്, ഈസി ആയിട്ടുള്ള മെത്തേഡല്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കയറാൻ പറ്റൂ. കയറി എക്സ്പീരിയൻസ് ആവണം, അത് നിർബന്ധമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ ഗുഡ് ബൈ.